സംഗീത വിസ്മയം എസ് ജാനകിനി ഓർമ്മകളിലെ മായാത്ത സ്വരം. ഭൗതികദേഹം മൈസൂരുവിലെ കനിയന ഹുണ്ടി ഫാം ഹൌസിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി റോജി എം ജോൺ പങ്കെടുത്തു. തെന്നിന്ത്യൻ വാനമ്പാടിക്ക് നെഞ്ചുരുകി പ്രണാമമർപ്പിച്ചാണ് രാജ്യം യാത്രാമൊഴിയേകിയത്. മൈസൂരു മഹാരാജാസ് കോളേജ് മൈതാനത്തെ പൊതുദർശനത്തിൽ സിനിമാ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരടക്കം ആയിരങ്ങളാണ് പ്രിയ ഗായികയെ അവസാനമായി കാണാൻ എത്തിയത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കനിയനഹുണ്ടി ഫാം ഹൌസിലായിരുന്നു സംസ്കാരം. പേരക്കുട്ടി അപ്സരയാണ് ജാനകിയമ്മയുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. തെലുങ്ക് ബ്രാഹ്മണ ആചാരപ്രകാരമായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ജനിച്ച ജാനകിക്ക് മൈസൂരുവിൽ സംസ്കരിക്കണമെന്നതായിരുന്നു ആഗ്രഹം. ഗായിക ചിത്രയടക്കമുള്ള പ്രമുഖർ ജാനകിയമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി റോജി എം ജോൺ പങ്കെടുത്തു. മലയാളികൾക്ക് എന്ന് മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാർക്കും അതുപോലെ തന്നെ സംഗീതം ഇഷ്ടപ്പെടുന്ന ലോകത്തുള്ള ഏതൊരു വ്യക്തിക്കും ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് ജാനകിയമ്മ കടന്നു പോകുന്നത്. മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗായികയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് ഞാൻ കേരളത്തിൽ നിന്നും ഇവിടെ എത്തിയത്. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ശിരസ് നമിക്കുന്നു. മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു എസ് ജാനകി അന്തരിച്ചത്. മൈസൂരുവിലെ വീട്ടിൽ കുഴഞ്ഞു വീണ ജാനകിയെ ഇന്നലെ ഉച്ചയോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഏകമകനും നർത്തകനുമായ മുരളീകൃഷ്ണ ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ജനുവരിയിൽ മരിച്ചതിനുശേഷം ചെറുമകൾ അപ്സര വൈദ്യുലയ്ക്കൊപ്പമായിരുന്നു ജാനകി താമസിച്ചിരുന്നത്. 20-ലധികം ഭാഷകളിൽ 40,000-ലേറെ പാട്ടുകൾ പാടിയ ജാനകി നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. സംഗീതത്തിലെ ഈ വേറിട്ട ശബ്ദമാധുര്യമായ ജാനകിയമ്മയ്ക്ക് വിട. തലമുറകളെ പാട്ടിന്റെ പാലാഴിയിലേക്ക് ലയിപ്പിച്ച ഗാനഗോകുലം എന്നും മായാതെ ആസ്വാദ്യ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.